എനിക്കും ഭയങ്കര സക്സസ്ഫുൾ ആവണം, ലൈഫിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, എന്നിട്ട് നെഞ്ചും മിരിച്ച് നടക്കണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അതൊന്നും സാധിക്കാറില്ല, അച്ചീവ് ചെയ്യാൻ സാധിക്കാറില്ല. അതൊക്കെ വെറും ആഗ്രഹങ്ങൾ മാത്രമായിട്ട് അങ്ങനെ പോകും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൈഫിൽ സക്സസ്ഫുൾ ആവാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, 3 പ്രിൻസിപ്പിൾസ് ആണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, അപ്ലൈ ദ നോളജ്. ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ജോഹാൻ ഗോത്ത് പറഞ്ഞിട്ടുണ്ട്, നോയിങ് ഈസ് നോട്ട് ഇനഫ്, വി മസ്റ്റ് അപ്ലൈ. വില്ലിങ് ഈസ് നോട്ട് ഇനഫ്, വി മസ്റ്റ് ഡു. അതായത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ നോക്കിയാൽ അവർക്ക് ഒരുപാട് അറിവ് ഉണ്ടായത് കൊണ്ടല്ല സക്സസ്ഫുൾ ആയത്, മറിച്ച് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആക്ഷൻ എടുത്തിട്ടാണ്, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടാണ്. ഇപ്പം നെറ്റ് ഉള്ളത് കൊണ്ട് നോളജ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബട്ട് അത് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് എന്ന്, പക്ഷേ എത്ര പേര് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്? വളരെ ചുരുക്കമാണ് അല്ലേ? അതേപോലെ നിങ്ങൾ എത്ര നല്ല വീഡിയോസ് കണ്ടിട്ടും എത്ര നല്ല ബുക്സ് വായിച്ചിട്ടും അതിലെ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ദെൻ നോ യൂസ്. സോ സക്സസ്ഫുൾ ആവണമെങ്കിൽ ദെൻ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ എന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. ദെൻ ഓൺലി യു വിൽ സീ ദ ചേഞ്ചസ്. നമ്പർ 2, ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ. 1960 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ വാൾട്ടർ മിഷേൽ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. ഇത് 4-5 വയസ്സുള്ള കുട്ടികളിൽ ആണ് നടത്തിയത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഓരോ കുട്ടിയായിട്ട് ഒരു പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരെ ഒരു റൂമിൽ ഒരു ചെയറിലിരുത്തും. മുന്നിലെ ടേബിളിൽ ഒരു മാർഷ്മെല്ലോ വെക്കും. അതൊരു മിഠായിയാണ് കേട്ടോ. എന്നിട്ട് റിസർച്ചർ കുട്ടിയോട് പറയും, ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്ത് പോവാണ്, ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിനക്ക് വേണമെങ്കിൽ ഈ മിഠായി കഴിക്കാം, ഈ മാർഷ്മെല്ലോ കഴിക്കാം. പക്ഷേ തിരിച്ചു വരുന്നത് വരെ കഴിച്ചിട്ടില്ലെങ്കിൽ ദെൻ ഞാൻ വന്നാൽ ഒരു മാർഷ്മെല്ലോ കൂടി എക്സ്ട്രാ തരും. സോ നിനക്ക് 2 മാർഷ്മെല്ലോ കഴിക്കാൻ പറ്റും. സോ 1 ട്രീറ്റ് നൗ ഓർ 2 ട്രീറ്റ്സ് ലേറ്റർ. ദാറ്റ്സ് ദി ഡീൽ. അങ്ങനെ ഇത് കുറച്ച് കുട്ടികൾ വെച്ച് നോക്കി. ചില കുട്ടികളൊക്കെ റിസർച്ചർ പോയപ്പോൾ അപ്പം തന്നെ മാർഷ്മെല്ലോ എടുത്ത് കഴിച്ചു. ചിലരൊക്കെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിന്നു, ബട്ട് പിന്നെ അതെടുത്ത് കഴിച്ചു. വളരെ ചുരുക്കം ചില കുട്ടികൾ റിസർച്ചർ തിരിച്ചു വരുന്നത് വരെ കാത്തിരുന്ന് മാർഷ്മെല്ലോ കഴിക്കാതിരുന്നു. അവർക്ക് പിന്നെ 2 മാർഷ്മെല്ലോ കിട്ടുകയും ചെയ്തു. ദെൻ ഈ കുട്ടികളെ ഇവർ 40 വർഷത്തേക്ക് ഒബ്സേർവ് ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ അവസാനം വരെ കഴിക്കാതെ പിടിച്ചിരുന്ന കുട്ടികളുണ്ടല്ലോ, അവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സക്സസ്ഫുൾ ആയിരുന്നു എന്നതാണ്. സോ ഇതിലൂടെ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ തരുന്ന കാര്യങ്ങളെ അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് അതിനേക്കാൾ വലിയ റിവാർഡ് കരസ്ഥമാക്കുക എന്നതാണ്. ഇപ്പോൾ ജങ്ക് ഫുഡ്സ് കഴിച്ച് ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുന്നതിന് പകരം അത് ഒഴിവാക്കി കുറേ കാലത്തേക്ക് ഹെൽത്തി ആയിട്ടിരിക്കുക. വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻസ്റ്റൻറ്റ് പെയിൻ പിന്നീട് ഒരുപാട് പൈസ നമുക്ക് തരുന്നു. സോ ഇൻസ്റ്റൻറ്റ് പ്ലഷർ ഒഴിവാക്കി പകരം ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ ഫോളോ ചെയ്യുക. 3-ാമത്തേത് പേഷ്യൻസ് ആൻഡ് പെർസിസ്റ്റൻസ്. കാട്ടിലൂടെ നടന്നു പോയ ഒരാൾക്ക് വഴി തെറ്റിപ്പോയി, എങ്ങോട്ട് പോകണം എന്നൊരു പിടിയില്ല. അയാൾക്കാണെങ്കിൽ ഭയങ്കര ദാഹം, പക്ഷെ അടുത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും കാണുന്നില്ല. അയാൾ കുറേ നടന്നു നോക്കി, ഭയങ്കര ചൂടായതുകൊണ്ട് പുഴയിലെ വെള്ളമൊക്കെ വറ്റി വരണ്ടിരിക്കുകയാണ്. അയാൾ ആ വറ്റിയ പുഴയുടെ അടുത്ത് വന്നു, കുറച്ച് നനവുള്ള മണ്ണിൽ കുഴിക്കാൻ തുടങ്ങി വെള്ളം കിട്ടാനായിട്ട്. കുറച്ച് കുഴിച്ച് നോക്കി, വെള്ളം വരുന്നില്ല, ഇവിടെ വെള്ളമില്ല എന്ന് വിചാരിച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ട് കുത്താൻ തുടങ്ങി. അവിടെയും കുറച്ച് കുഴിച്ചു, വെള്ളം വരുന്നില്ല. പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി കുഴിക്കാൻ തുടങ്ങി, വെള്ളം വന്നില്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഞാൻ എന്ത് മണ്ടത്തരാണ് ഈ ചെയ്യുന്നത്. ഇങ്ങനെ പല പല സ്ഥലത്ത് കുഴിക്കുന്നതിന് പകരം ഒറ്റ സ്ഥലത്ത് തന്നെ കുഴിച്ചിരുന്നെങ്കിലും എനിക്കിപ്പോൾ വെള്ളം കിട്ടിയേനെ. അങ്ങനെ അയാൾ ഒരൊറ്റ സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുഴിച്ചു. അയാൾക്ക് വെള്ളം കിട്ടുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് സക്സസ്സും. നമ്മൾ ഒരേ സ്ഥലത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാലത്തേക്ക് വർക്ക് ചെയ്യേണ്ടി വരും, എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോഴേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ സക്സസ്ഫുൾ ആവാനായിട്ട് കഴിയുള്ളൂ, വെള്ളം കാണുള്ളൂ. സോ പേഷ്യൻസും പെർസിസ്റ്റൻസും ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നേടുന്നതേ നിലനിൽക്കുള്ളൂ. ഓവർനൈറ്റ് സക്സസ് ഒക്കെ പതുക്കെ ഫെയ്ഡ് ആവും. സോ ക്ഷമയോടുകൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് സക്സസ്. സോ ദാറ്റ്സ് ഇറ്റ്. സക്സസ്ഫുൾ ആവണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ, അപ്ലൈയിങ് ദ നോളജ്, ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ്, ഇത് 3ഉം നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ വണ്ടർഫുൾ ഡേ.